വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസാണ്. അപ്പോൾ നിങ്ങളെ തമ്പനിയിൽ കണ്ട പോലെ കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യാം കേരള PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഏപ്രിൽ 1 ഗസറ്റിൽ എന്ത് ചെയ്യാം ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുന്ന രീതിയിൽ. അപ്പോൾ ഏപ്രിൽ 1 ഗസറ്റിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഏറ്റവും ആദ്യം ഉള്ളത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ്. അത് കൂടാണ്ട് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് കുറച്ച് പോസ്റ്റ് ഉള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിലിപ്പോ ഫസ്റ്റ് ഉള്ളത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 30/2024 കേട്ടോ. 30/2024 സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്. 50,200 തൊട്ട് 1,05,300 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഉള്ളത്. നിങ്ങൾക്കറിയുന്ന നമ്മ ഇപ്പോഴത്തെ IEOടെ ഇൻഡസ്ട്രീസ് സെക്ഷൻ ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് 2024 ഡിസംബർ വരെ ഉണ്ട് അല്ലെ. അപ്പോ അത് കഴിഞ്ഞ് 2025 തന്നെ എന്താ അവര് പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവരിപ്പോ തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ 2026 വരെ ഒന്നും അധികം വേക്കൻസീസ് ഒന്നും ഉണ്ടാവില്ല. അധികം റിട്ടയർമെന്റ് ഒക്കെ കുറവാണ് 2025 2026 കാലഘട്ടത്തിൽ. പിന്നെയുള്ളത് 2027 കാലഘട്ടത്തിലാണ് ബൾക്ക് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഉള്ളത്. ഓക്കെ, അപ്പോ 2025 2026 റിട്ടയർമെന്റ് കുറവാണ്. അപ്പോൾ അത് സത്യാവസ്ഥയാണ്. 2027 ബൾക്ക് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സമയത്താകുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര 30+ എന്തായാലും എന്താ വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 18 തൊട്ട് 36 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. എന്താ പറയണ്ടേ, ഡിഗ്രി ബിടെക് ഉള്ള ആർക്കും വേണമെങ്കിൽ അപ്ലൈ വേണ്ടി പറ്റും. ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോ ഇതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 18 to 36 വരെയാണ് ജനറൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ്. പിന്നെ എന്താ SC ST OBC കാൻഡിഡേറ്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 2-ാം തീയതി ആണ് കേട്ടോ. മെയ് മാസം 2-ാം തീയതി വരെയാണ് ഇവിടെ എന്തുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ 2-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ ജ്യൂസ് എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ളത് ഓക്കെ ഓക്കെ ഓവർസിയർ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 3 ആണ്. 33/2024 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. ഓക്കെ, അപ്പം ഇതിലിപ്പം സ്കെയിൽ ഓഫ് പേ എന്താണെന്ന് നോക്കാം. ഏജ് ലിമിറ്റ് 18 to 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിലിപ്പം പറഞ്ഞിട്ടുള്ളത് SLC പാസ്, പിന്നെ എന്താ NTCയും എന്താ പറയണ്ടേ സിവിൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇക്വലൻ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്വലൻ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നില്ല നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഇക്വലൻ ക്വാളിഫിക്കേഷൻ NTC സിവിലിന് ഇക്വലൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, MTech സിവിൽ എഞ്ചിനീയറിംഗ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല മെക്കാനിക്കലി BTech ഡിപ്ലോമ MTech ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡിപ്ലോമക്കാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ BE സിവില്, BTech സിവില്, ഡിപ്ലോമ സിവില്, ഓക്കെ, അതുപോലെ MTech സിവിൽ എഞ്ചിനീയറിംഗ് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഇതും 2-ാം തീയതിയാണ് ലാസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് 33/2024 അവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടില്ല. ഇനിയിപ്പോ മെക്കാനിക്കലാർക്കും നല്ലൊരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് പോസ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ കാറ്റഗറി നമ്പർ 36/2024 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ 31 തൊട്ട് 66,800 വരെയാണ് ഒരു വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് 3 ഇയേഴ്സ് ഡിപ്ലോമ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 3 ഇയേഴ്സ് ഡിപ്ലോമ ഉള്ളവർക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ BTech-കാർക്കുള്ള എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിലിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയ് 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോ നിങ്ങളുടെ പ്രൊഫൈലിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ എല്ലാവരും എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈൽ വരുന്നുണ്ടാവും. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.